നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്ജി. വളരെ നിർണായകമായൊരു നീക്കത്തിൽ കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ തങ്ങളുടെ പ്രതിരോധ ആസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മറുഭാഗത്ത് ഡൽഹിയിലെ ഒരു വിഭാഗം IAS, IPS അടക്കമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കും ചില ഉന്നത വിരമിച്ചവരും അല്ലാത്തവരുമായ സൈനിക ഉദ്യോഗസ്ഥർക്കുമൊക്കെ അവരുടെ വൈകുന്നേരങ്ങളിൽ ഇരിപ്പിടം നഷ്ടമായി എന്നൊരു ആരോപണം ഉയരുന്നു. വളരെ ശക്തമായ സമ്മർദ്ദമുണ്ടായി. പക്ഷേ ഡൽഹിയിലെ ജിംഖാന ക്ലബ്ബ്, ഇപ്പോൾ പേര് കേട്ടപ്പോൾ ഞാനും കരുതി അത് ഈ ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അന്വേഷിച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ ഉന്നതരുടെ 2 സഫ്ദർജംഗ് മാർഗിൽ ല്യൂട്ടൻസിനടുത്തുള്ള പ്രധാനമന്ത്രിയുടെ കല്യാൺ മാർഗ് വസതിക്ക് അടുത്തുള്ള തന്ത്രപ്രധാനമായ ഈ സ്ഥലം പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ സ്ഥാപനങ്ങൾക്കായിട്ട് ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. 27.3 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങനെ ഡൽഹിയിലെ പല സ്ഥാപനങ്ങളും ഏറ്റെടുക്കുന്നു. ഇത്തരം സ്ഥാപനങ്ങൾ ശരിക്കും ഇതൊരു ആവശ്യമാണ്. ഇങ്ങനെ ഈ ക്ലബ്ബുകൾ ഏക്കർ കണക്കിന് സ്ഥലം കൈവശം വച്ചിരിക്കുന്നു. അങ്ങനെ ഡൽഹി തന്നെ ശ്വാസം മുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പഴയ ഡൽഹി, പുതിയ ഡൽഹി, നോയിഡ, ഗ്രേറ്റർ നോയിഡ, അങ്ങനെ ഡൽഹി ഇങ്ങനെ ഇനി വികസിക്കാൻ സ്ഥലമില്ല. ഇനി വികസിക്കാൻ സ്ഥലമില്ല. ഡൽഹിയുടെ സമഗ്ര വികസനം, നമ്മുടെ രാജ്യതലസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം ഒരു കേന്ദ്ര സർക്കാർ നീക്കം അത് എത്രമാത്രം അവരെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം, മുംബൈയിലുണ്ട്, അതുപോലെ ചെന്നൈയിലുണ്ട്, കൊൽക്കട്ടയിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഇത്തരം ചില കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഉണ്ട്. അതായത് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ജിംഖാന ക്ലബ് 27.3 ഏക്കർ സ്ഥലം, അതും കണ്ണായ സ്ഥലത്ത് പ്രതിരോധ മേഖലയിൽ പ്രതിരോധ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഇടയ്ക്ക് അവിടെ ഇതിനെ ചുറ്റിപ്പട്ട് ഇതിൻ്റെ ഒരു 3 വശത്തും ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ. ഒരയൽവാസി പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സഫ്ദർജംഗ് റോഡിലെ ഈ ജിംഖാന ക്ലബ്ബ് ഏറ്റെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്, ഡൽഹി സർക്കാരാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അവരത് ചെയ്യുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം 48 കോടി രൂപ കുടിശ്ശികയുണ്ട്. ലാൻഡ് ടാക്സ് അടക്കം കുടിശ്ശികയുണ്ട്. ഇപ്പോൾ ഇത്തരം ക്ലബ്ബുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അറിയാമല്ലോ, ആഡംബര ക്ലബ്ബുകളാണ്. അതിനൊക്കെ പല പല ടാക്സുകളുണ്ട്. ഈ ടാക്സുകളെല്ലാം നമുക്ക് തന്നെ അറിയാമല്ലോ. തിരുവനന്തപുരത്ത് നമ്മുടെ ഗോൾഫ് ക്ലബ്ബ് എങ്ങനെയാണ് വലിയ വിവാദമായത്, അതിൻ്റെ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിസ്സാര പാട്ട, അതെ, പാട്ടത്തിന് നിസ്സാര തുകയ്ക്ക് പാട്ടത്തിനെടുത്തിട്ട് അത് കൈവശം വെച്ചു, അതുപോലും അടയ്ക്കാതെ, ഏക്കർ കണക്കിന് അത് പുതുക്കാതെ അത് സമയത്തിന് അടയ്ക്കാതെ ഈ ഉന്നതരായ IAS, IPS അതുപോലെ മുൻ മന്ത്രിമാരൊക്കെ മെമ്പർമാരായതുകൊണ്ട് അതിൻ്റെ പേരിൽ നീട്ടിക്കൊണ്ട് അവസാനം VS സർക്കാരിൻ്റെ കാലത്താണ് അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഡൽഹിയിലും ഇങ്ങനെയുണ്ട്. ഇത് മാത്രമല്ല, ഈ സഫ്ദർജംഗ് റോഡിലെ ഈ ജിംഖാന ക്ലബ്ബ് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഗാന്ധി സ്മാരകം, ഈ പിന്നെ എന്താ പറയുക, ശക്തി സ്ഥൽ, അതുപോലെ നെഹ്റു, അതുപോലെ പട്ടേൽ, ഇങ്ങനെ പലരുടെയും ഈ പിന്നെ മരിച്ച ശേഷം അവരുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ട് അത് ഇന്ദിരാഗാന്ധിയുടേത്, സഞ്ജയ് ഗാന്ധിയുടേത്, രാജീവ് ഗാന്ധിയുടേത്, എനിക്ക് തോന്നുന്നു നരസിംഹറാവുവിൻ്റെ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിമാർ നാട്ടിക്കൊണ്ടുപോയത്. അതായത് ഒരു ശരിക്കും അത് സോണിയയുടെ എതിർപ്പാണ് അതിന് കാരണം. ഈ ക്രൈസ്തവ വിശ്വാസപ്രകാരം മരിച്ചാൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം 6 അടി മണ്ണ് ക്രൈസ്തവർ അടക്കം കുഴിച്ചിടും, നമ്മൾ സംസ്കരിക്കും. മുസ്ലിം വിഭാഗക്കാർ അത് ഹിന്ദുക്കള് അതിനെ അഗ്നിയിൽ കൊടുത്ത് ഒരു 6 അടി മണ്ണ്, അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. ക്രൈസ്തവ സമുദായക്കാർ ഒരു കല്ലറ കെട്ടിയാലായി. അല്ല, അത് അവര് പള്ളിയോട് ചേർന്ന് തന്നെ സെമിത്തേരി കാണും. അതെ, ഈ മുസ്ലിം പള്ളിക്ക് സമീപത്ത് തന്നെ ഖബർസ്ഥാൻ കാണും. അങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നിട്ട് അവരവിടെ ഒരു മീസാൻ കല്ല് കുഴിച്ചു വെക്കും, മറ്റിടത്ത് കുരിശ് വെക്കും.
നമ്മൾ തെങ്ങും വയ്ക്കും, നമ്മളൊരു തെങ്ങും വയ്ക്കും വീട്ടിലാണെങ്കിൽ അല്ല ശ്മശാനത്താണെങ്കിൽ അത് പിന്നെ കഴിഞ്ഞു, അത് അവിടെ അങ്ങനെയല്ലല്ലോ, വേറൊരു രീതിയിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഇതിനെല്ലാം ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തിരിക്കുക. അത് ഞാൻ പറയാം, കേട്ടാ ഞെട്ടും. ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിനെ അടക്കം ചെയ്ത സ്ഥലമാണ്, 52.6 ഏക്കറാണ്. ശക്തിസ്ഥൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടക്കം 45 ഏക്കറാണ്. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് വിജയ് ഘട്ട് 40 ഏക്കറാണ്. ചരൺ സിംഗിന് കിസാൻ ഘട്ട് 19 ഏക്കർ, അല്പം കുറഞ്ഞുപോയി. രാജീവ് ഗാന്ധിക്ക് വീർഭൂമി 15 ഏക്കർ. പിന്നെ സ്ഥലം കുറവാണ്, അതാണ് ആ ഇന്ദിരാഗാന്ധിക്ക് ശേഷമുള്ള AB വാജ്പേയി, അത് സദൈവ് അടൽ, അദ്ദേഹത്തിനുമുണ്ട്. അങ്ങനെ യമുന തീരത്ത് ആണ് ഈ രാഷ്ട്രീയ സ്മൃതിസ്ഥൽ ഇവർക്കെല്ലാം. അപ്പോൾ ഏക്കർ കണക്കിന് ഭൂമി ഇവർക്ക് ഒരുക്കിയിരിക്കുന്നു. പിന്നെ മുൻ പ്രധാനമന്ത്രിമാരടക്കം അവിടെ മ്യൂസിയം, ഇതിനൊക്കെ ഏക്കർ കണക്കിന് സ്ഥലം ഡൽഹിയിൽ മാത്രം. അതിനിടയ്ക്കാണ് ഈ ജിംഖാനകൾ. അവിടെ വേറൊരു ജിംഖാനയുണ്ട്, റേസ് കോഴ്സ് ക്ലബ്ബ് എന്ന് പറയും. ജിംഖാനല്ല, വേറൊരു ക്ലബ്ബ്, റേസ് കോഴ്സ് ക്ലബ്ബ്. 1994 പാട്ടക്കാലാവധി അവസാനിച്ചതാണ്. പിന്നെ അവർ അടച്ചിട്ടില്ല. അതിപ്പോൾ ഒഴിയാനായിട്ട് അത് 53 ഏക്കറുണ്ട്. അല്ല, ഇത് ഈ ജിംഖാന ക്ലബ്ബ് ഏതാണ്ട് 113 വർഷത്തെ പഴക്കമുള്ളത് ഉണ്ട്. പക്ഷേ കണക്ക് പ്രകാരം 1913 ഇപ്പം 113 ആവും. 13 ബ്രിട്ടീഷുകാർ ഇത് തുടങ്ങുന്നത്. വളരെ നമ്മൾ ആ ജിംഖാന ക്ലബിനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആദരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. അത് ബ്രിട്ടീഷുകാർ അവരുടെ ഈ വിശ്രമവേളകൾ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സമയം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട്. അതെ, അപ്പം അതിനു വേണ്ടി തുടങ്ങിയതാണ്. അവർക്ക് ചിട്ട് കളിക്കാനും അത്യാവശ്യം സ്മോൾ അടിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. 1947 വരെ ഒരൊറ്റ ഇന്ത്യക്കാരനും ഇവിടെ അംഗത്വം കിട്ടിയിട്ടില്ല. പ്രവേശിക്കാനുള്ള അനുമതി പോലുമില്ല. വരേണ്യവർഗത്തിന്റെ, അതായത് ബ്രിട്ടീഷുകാരന് മാത്രം അവനും അവന്റെ ഫാമിലിക്കും മാത്രമുള്ള അത്ര വർണ്ണവെറിയുള്ള ആ കൊളോണിയൽ അടിമത്ത മനോഭാവം ഉണ്ടല്ലോ, അതിങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്മാരകമായിട്ട് നിലകൊള്ളുക. അതിന്റെ പേര് ഇമ്പീരിയൽ ജിംഖാന ക്ലബ്ബ് എന്നായിരുന്നു അന്ന്. നമ്മുടെ ബ്രിട്ടീഷുകാരൻ്റെതായതുകൊണ്ടാണ് 47 ഇമ്പീരിയൽ എടുത്ത് ദൂരെ തോണ്ടി മാറ്റിയിട്ട് ജിംഖാന ക്ലബ്ബ്. അതിപ്പോഴും നമ്മുടെ എന്തോ ആഠ്യത്വത്തിന്റെ സിവിൽ സർവീസ് ലോബിയുടെ ഡൽഹി നമ്മുടെ രാജ്യത്തെ എല്ലാ ലോബിയും അങ്ങനെയാണല്ലോ. ഈ നമ്മുടെ സിവിൽ സർവീസ് തന്നെ അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ട്. അതായത് ആ ബ്രിട്ടീഷുകാരൻ ഉപേക്ഷിച്ചിട്ട് പോയ ആ ടേബിൾ മാനേഴ്സ് അടക്കം, കൊളോണിയൽ കൾച്ചർ, ഫയൽ നീക്കം അടക്കം, ഫയലിൽ റെഡ് ടൈപ്പിസം തൊട്ട് അതെ എല്ലാം പൂർണ്ണമായിട്ടും സ്പൂണും ഫോർക്കും വരെ അതുവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുക, കളഞ്ഞിട്ടില്ല. എന്താണ്? ഇത്തരം ക്ലബ്ബുകളാണ്, അവിടുത്തെ സ്റ്റൈലാണ്. ഇത്തരം ക്ലബ്ബുകളിൽ ബ്രിട്ടീഷുകാരൻ വെച്ചിട്ട് കളഞ്ഞിട്ട് പോയ ഇത്തരം ക്ലബ്ബുകളിലെ സ്റ്റൈൽ നമ്മൾ പിന്തുടരുകയാണ്. തീർന്നില്ല. മുംബൈയിൽ നമ്മുടെ ജംഷഡ്ജി ടാറ്റ, അറിയാമല്ലോ, അദ്ദേഹം നിസ്സാരക്കാരൊന്നും അല്ലായിരുന്നു. അദ്ദേഹം ഇതുപോലെ റോയൽ യാച്ച് മുംബൈ ക്ലബിൽ ചെന്നു, പണ്ട് കയറ്റിയില്ല. അദ്ദേഹം ഒരുപാട് റോയൽ പുരസ്കാരങ്ങൾ വരെ നേടിയതാണ്, അറിയാം. ഏറ്റവും വലിയ പണക്കാരനാണ്. കയറ്റിയില്ല, കാരണം അത് ബ്രിട്ടീഷുകാരൻ്റെയാണ്. അന്ന് അദ്ദേഹം ഒരു ശപഥം എടുത്തു, ഞാൻ ഇതിനപ്പുറത്തായിട്ട് എൻ്റേതായിട്ടൊരു സ്ഥാപനം തുടങ്ങുമെന്ന്. അതാണ് താജ്. അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത് സ്ഥലം മേടിച്ച് താജ് ഹോട്ടൽ കിട്ടി. അന്ന് ഇന്നത്തെ 7 സ്റ്റാർ, അന്ന് സ്റ്റാർ പദവിയൊന്നും കാണില്ലേക്കും, പക്ഷേ ഏറ്റവും മുന്തിയ ഹോട്ടൽ. അവിടെ ജോലിക്ക് വെച്ചത് വെള്ളക്കാരെ, അവിടുത്തെ മെമ്പർ. ഹോട്ടൽ വന്നുകൊണ്ടിരുന്നത് ഇന്ത്യക്കാർ. ഏറ്റവും കൂടുതൽ വർണ്ണവറി ആ കാലത്തുണ്ടായിരുന്ന എവിടെയായിരുന്നു? നമ്മുടെ മഹാത്മാഗാന്ധിക്ക് അടക്കം നേരിടേണ്ടി വന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. അതെ, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലം. അതെ, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അതെ, നായകൾക്കും സൗത്ത് ആഫ്രിക്കക്കാർക്കും പ്രവേശനമില്ലെന്നൊരു വലിയ ബോർഡ് ടാറ്റാജി അവിടെ വെച്ചിരുന്നു കുറേ കാലം. അത്രമാത്രം ഈ ക്ലബിനകത്ത് കയറ്റാൻ സമ്മതിക്കാത്ത വിരോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ മറന്ന് ഒരു നാണവുമില്ലാതാണ് ഈ IS-IPS ലോബി മൊത്തം ഡൽഹി കിടന്ന് മറിയുന്നത്. ഇത്തരം ക്ലബ്ബുകളിൽ ഇത്തരം ക്ലബ്ബുകളിൽ വൈകുന്നേരമായ പിന്നെ അവരുടെ കൊളോണിയലിസം അവിടെ അവർ നടപ്പാക്കും. അല്ല, അത് ഒരു കാരണവശാലും ഇത് അനുവദിക്കും. ഇതാണ് പ്രധാനമന്ത്രി പൊളിച്ചു കൊടുത്തത്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ആനന്ദ് രംഗനാഥിൻ്റെ ട്വീറ്റും മറ്റും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം അതിരൂക്ഷമായിട്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി ഇത് മാത്രമല്ല, ഈ ക്ലബ്ബ് മാത്രമല്ല,
ഇതുപോലെയുള്ള അസംഖ്യം ക്ലബ്ബുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഓരോരോ ഈ മഹാത്മാക്കളുടെ സമാധി സ്ഥൽ, ശരിക്കും സമാധിയൊന്നുമല്ല, അവരെ മരിച്ചതിന് ശേഷം അവരെ സംസ്കരിച്ച ഭൂമി, അത് ഒരു ഈ പറഞ്ഞതുപോലെ എത്രയെങ്കിലും ഏക്കർ 50-40 ഏക്കർ കൊടുത്തിട്ട് അവിടെ വലിയ എന്തിനാണിത് ഉപയോഗിക്കുന്നത്? അകപ്പാടെ പോകുന്നത് ആ വാർഷിക ദിനത്തിൽ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ഗാന്ധി ജയന്തിക്കാണ് അവിടെ ചെന്ന് ഗാന്ധിയുടെ സമാധി ഘട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ എല്ലാവരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഈ വാസ്തവത്തിൽ ഇങ്ങനെ മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ ഈ തരത്തിലാണോ സ്മരിക്കേണ്ടത്? അതോ അവർ പറഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കി അതിലൂടെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിച്ചുകൊണ്ട് അവരെ സ്മരിക്കുന്നതാണോ കൂടുതൽ നല്ലത്? അത് ജനം ആലോചിക്കട്ടെ. ഡൽഹിയിലേക്ക് വലിയ മാധ്യമങ്ങൾ ഇപ്പോൾ ല്യൂട്ടൻസ് മേഖലയിലെ ഹരിതാപം ഇല്ലാതാകുന്നു, അവിടെ ക്ലബ് ജിംഖാന ക്ലബ് ഇടിച്ചു ചേർത്തുമ്പോൾ അവിടുത്തെ പച്ചപ്പ് പോകുന്നു പറഞ്ഞിപ്പം കുറെ സാഹിത്യമേ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം പരിസ്ഥിതിവാദികളുടെ എല്ലാം പുറകിൽ വേറെ ചില താല്പര്യങ്ങളാണുള്ളത്. അത് നമുക്ക് ഇവിടെയും കാണാമല്ലോ. ഇവിടെയും ഈ നമ്മുടെ തന്നെ പലപ്പോഴും ഞാൻ ഈ വണ്ടി ഓടിച്ച് വരുമ്പം റോഡ് വക്കിൽ വളരെ അസൗകര്യമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ എങ്ങനെ റോഡിൻ്റെ ഈ ഗതാഗത തടസ്സം വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ മരം നിങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് 10 മരം വേറെ വെക്കൂ. 10-15 വർഷം പ്രായം ചെന്ന മരങ്ങളെ ഇപ്പം അതേപടി പിഴുതു കൊണ്ടുവന്ന് റോഡിൻ്റെ ഓരങ്ങളിൽ സ്ഥാപിക്കാൻ കഴിയും. ആ ടെക്നോളജി അത്രയും നമുക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു മരം വെട്ടി മാറ്റുമ്പോൾ 10 മരം വയ്ക്കൂ. 10 മരം വയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. പക്ഷെ അത് ചെയ്യില്ല. നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു വീണ് കാറ്റത്തും മഴയത്തും വലിയ അപകടങ്ങളുണ്ടാക്കി ഏതെങ്കിലുമൊക്കെ കാറിൻ്റെ പുറത്തോ ബസ്സിൻ്റെ പുറത്തോ 2 വീലർ എത്ര പേര് മരിച്ചു. അപ്പോൾ അങ്ങനെ അത്തരം ദുരിതങ്ങൾ ഉണ്ടായാലും പരിസ്ഥിതിവാദികൾക്ക് മരം മുറിക്കാൻ അവർ സമ്മതിക്കില്ല. കാരണം അവരല്ല അവരുടെ പുറകിൽ അവരെ ഇളക്കി വിടുന്ന ഒരു ഗൂഢസംഘമുണ്ട്. അതൊരു പക്ഷേ ഈ മരം നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഭൂമിയിലെ ആൾക്കാരാവാം, അങ്ങനെ പലരും ആകാം. അതുപോലെ ഈ ക്ലബ്ബുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന, ക്ലബ്ബുകൾ കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ക്ലബ്ബുകൾ ഉല്ലസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കുത്തിത്തിരിപ്പാണിതെല്ലാം. പക്ഷെ അതൊക്കെ മോദിയുടെ അടുത്ത് ചിലവാകുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഈ പറയുന്ന ഇപ്പം ഗാന്ധി സ്മാരക ഘട്ട്, ഈ ഗാന്ധി സമാധി സ്ഥൽ, അല്ലെങ്കിൽ ഇന്ദിരയുടേത്, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെത്, ലാൽ ബഹദൂറിൻ്റെത്, അതുപോലെ സർദാർ പട്ടേലിൻ്റെത് ഒക്കെ നിങ്ങൾ 1 ഏക്കർ സ്ഥലം കൊടുക്കൂ, കുഴപ്പമില്ല. എന്തിനാണ് ഈ 50 ഏക്കർ സ്ഥലം? ഈ ഡൽഹി പോലൊരു നഗരം മനുഷ്യൻ ജീവിക്കാൻ, രാജേഷ് ജി ഡൽഹിയിൽ പോയിട്ടുണ്ടല്ലോ. തീർച്ചയായും. അവിടെ ഞാൻ പലപ്പോഴും ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ ഞാൻ പോയി താമസിച്ചിട്ടുമുണ്ട്. പലരും ജീവിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. 2 മുറിയാണ്, 2 മുറിയുള്ളൊരു ഫ്ലാറ്റാണ്. ഒന്ന് അടുക്കള, പിന്നെ ഒന്ന് ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കാണും. ഇതാണ് ഈ പറയുന്നത് പോലെ ഹാളും അടുക്കളയെല്ലാം ഒരുമിച്ചാണ്. അപ്പുറത്തൊരു ബെഡ്റൂം കാണും, ഒരു ചെറിയ. ഈ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഈ ഇതിനകത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വയസ്സായ ആൾക്കാർ കൂടെ ഉണ്ട്. ഇപ്പം ഒരു വീട്ടിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരാളിന് സർക്കാർ ജോലി കാണും, ആളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഈ ആളിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കാണും കൂടെ, അല്ലേ? ഈ വയസ്സായവരെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഇവരെന്ത് ചെയ്യും? ഇവർ ദൂരെ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് വരുന്നവരായിരിക്കും. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ കുറേ കാലമൊക്കെ അച്ഛനും അമ്മയും അവിടെ കഴിയും. പക്ഷെ വയസ്സായി ആരോഗ്യം ക്ഷയിച്ച് കഴിയുമ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ടി വരും. പക്ഷെ താമസിക്കാൻ ഡൽഹിയിൽ സ്ഥലമില്ല. ഒരു ഡൽഹിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡൽഹിയിലെ പാർക്കുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ മോശപ്പെട്ട കാഴ്ച കാണാം. ഒരുപാട് സ്ത്രീ പുരുഷന്മാർ വന്നിരുന്ന് സല്ലപിക്കുന്നു. ആ സല്ലാപം പലപ്പോഴും അതിരുവിട്ട സല്ലാപമായി മാറാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ, പരസ്യമായി സദാചാരം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ അരങ്ങേറുന്ന കാഴ്ചകൾ നമുക്ക് ഡൽഹിയിലെ പല പാർക്കുകളിലും കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ കാരണം? ഞാൻ പലപ്പോഴും അവിടെയുള്ള പല സുഹൃത്തുക്കളോടും എനിക്ക് അടുപ്പമുള്ളവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ഉത്തരം, വീട്ടിൽ സ്ഥലമില്ല. അതാണ് ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പാർക്കിൽ വന്നിരുന്ന് ചെയ്യുന്നതിൻ്റെ കാരണം. അതാണ്
വീട്ടിൽ സ്ഥലമില്ല. അപ്പോൾ അത്രയും ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന. ഇനി ഇതിൻ്റെ മറുവശം ഞാൻ പറയാം. ഡൽഹിയിലെ കോളനികൾ കണ്ടിട്ടുണ്ടോ? ചേരികൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചാന്ദിനി ചൗക്കിന് സമീപത്തും റെഡ് ഫോർട്ടിൻ്റെ വശങ്ങളിലുമൊക്കെ ഉള്ള കോളനികളിലേക്ക്, ഇപ്പോൾ കോളനി എന്ന് പറയാൻ പാടില്ല, തെറ്റാണത്, ഉന്നതി എന്ന് വേണം അതിന് പറയാൻ. അത് കേരളത്തിൽ. ഞാൻ പറയണ അത്തരം ചേരികൾ, മനുഷ്യൻ പുഴുക്കളെ പോലെ നരകിച്ച് ജീവിക്കുന്ന കോളനികൾ, വൃത്തിയും ഒരു എന്താ പറയുക ഒന്നുമില്ലാത്ത അഴുക്ക് ജാലുകൾ, ഓടകൾ, ഈ ഓടകളിലെ സ്ലാബില്ലേ അതിൻ്റെ മുകളിൽ ചെറിയ തകരപ്പാട്ട കൊണ്ടും മറ്റുമൊക്കെ വീടുകൾ പോലെ കെട്ടിയുണ്ടാക്കി, ബേസ് ബോർഡൊക്കെ വെച്ച് കെട്ടിയുണ്ടാക്കി അതിനുള്ളിൽ കഴിയുന്ന മനുഷ്യർ, റിക്ഷ വലിക്കുന്നവർ, അതൊക്കെ എത്ര ദയനീയമാണ്. അപ്പോഴാണ് ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ വളരെ ദയനീയമാണ്. ഒരു ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന് വലിയ അപമാനമാണതൊക്കെ. അത് മാറണം, അത് തീർച്ചയായിട്ടും മാറണം. നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് വളരെ ശ്ലാഘനീയമാണ്. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ ഭൂമി മുഴുവനും പിടിച്ചെടുത്ത് ഇതുപോലെയുള്ള ഈ കുറേ ഏമാന്മാർക്ക് സുഖിക്കാൻ വേണ്ടി, ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ കണ്ണായ സ്ഥലത്തെ ഈ ഭൂമി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് അതിൽ കുറച്ചൊക്കെ സൂഹിക്കണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ. ഗ്രാമങ്ങളിൽ പോയി നിങ്ങൾക്ക് റിട്ടയർഡ് ലൈഫല്ലേ, നിങ്ങൾ ഗ്രാമങ്ങളിൽ പോയി ഉല്ലസിക്കൂ. നിങ്ങൾ അവിടെ സമയം ചെലവഴിക്കൂ. ഇപ്പോൾ ഗതാഗത സൗകര്യമൊക്കെ വളരെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുകയല്ലേ നരേന്ദ്രമോദി. നിങ്ങൾക്ക് രാവിലെ കാർ എടുത്ത് പോകാമല്ലോ, അല്ലെങ്കിൽ ഒരു ബസ് എടുത്ത് കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് ചേർന്ന് പോകാമല്ലോ. അങ്ങനെ പോയി നിങ്ങൾ ഉല്ലസിക്കൂ. ഇവിടെ ഈ നമ്മുടെ രാജ്യ തലസ്ഥാനം, ഇന്ദ്രപ്രസ്ഥം എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനം ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു വലിയ നഗരമായി മാറട്ടെ. ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം. അതായത് ഇത്തരം നമുക്ക് സ്മാരകങ്ങൾ ഹുമയൂണിന്റെ ഇതുണ്ട്, ഹുമയൂണിന്റെ ശവകുടീരമുണ്ട്, പിന്നെ ചെങ്കോട്ടയുണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അങ്ങനെ 10ഓളം എടുത്തു പറയത്തക്ക സ്മാരകങ്ങൾ ഡൽഹിയിലുണ്ട്. അതുമാത്രം പോരെ, ബാക്കി ഇവരെയൊക്കെ ഒരു മ്യൂസിയം, വലിയ മ്യൂസിയം ഉണ്ടാക്കിയിട്ട് ഇവരുടെ എല്ലാം ഈ ഇപ്പം നെഹ്റുവിൻ്റെ ആയാലും ഗാന്ധിയുടെ ആയാലും ഇന്ദിരയുടെ ആയാലും എല്ലാവരുടെയും, സർദാർ പട്ടേലിൻ്റെത്, ലാൽ ബഹദൂറിൻ്റെത് ഒക്കെ അങ്ങോട്ടേക്ക് മാറ്റൂ. എല്ലാവർക്കും അവിടെ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയാൽ മതിയല്ലോ. തീർച്ചയായിട്ടും അവരുടെ പുസ്തകങ്ങൾ, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരുടെ പേന എല്ലാം അവിടെ പ്രദർശിപ്പിച്ചോളൂ. ഒരു കുഴപ്പമില്ല. ഫീസ് വെച്ചാൽ ആൾക്കാർ വന്ന് കാണുകയും ചെയ്യും. അതൊരു വരുമാനവും കൂടിയാണ് സർക്കാരിന്. അപ്പോൾ ഒരു 10 പേർക്ക് ജോലി കിട്ടും. ഒരു മ്യൂസിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചെറിയ തുകയല്ലല്ലോ. അത്തരം ഒരു മ്യൂസിയം ഡൽഹിയിലുണ്ട്. മുൻ പ്രധാനമന്ത്രിമാർക്ക് അവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ. പക്ഷെ അത് തന്നെയുണ്ട് ഏതാണ്ട് ഏക്കറുകൾ. അങ്ങനെയൊക്കെ ചെയ്യൂ. അതിന് പകരം ഇതൊക്കെ ഏറ്റെടുത്ത്, ഈ ക്ലബ്ബുകളെല്ലാം ഏറ്റെടുത്ത്, അത് ഈ പറഞ്ഞ പോലെ തന്ത്രപ്രധാന മേഖലകൾ, പ്രതിരോധം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ, അത് തീർച്ചയായിട്ടും അതിൻ്റെ കൂടെയുള്ള ഈ ജയ്പൂർ പോളോ ക്ലബ്ബുണ്ട്. അവർ ഇപ്പോൾ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അല്ല, ഇതൊന്നും കോടതി സ്റ്റേ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് എൻ്റെ എളിയ അഭിപ്രായം. കാരണം ഇത് രാജ്യത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യർ പുഴുക്കളെ പോലെ നരകിച്ച് ജീവിക്കാൻ പാടില്ല. അതെ, ഓർമ്മയുണ്ടല്ലോ ഡൽഹിയിൽ കോവിഡ് വന്ന സമയത്ത് എത്ര സ്പോണ്ടേനിയസ് സ്പ്രെഡ് ചെയ്തത് പെട്ടെന്ന്. അതായത് ആശുപത്രിയിൽ പോകാനുള്ള സംവിധാനമില്ല, ആശുപത്രിയിൽ കയറാൻ സ്ഥലമില്ല, ആശുപത്രികൾ തന്നെ സ്ഥലമില്ല. അതെ, ഇവർക്കിവിടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിലൊരു ഹോസ്പിറ്റൽ, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ എന്തെങ്കിലും മറ്റൊരു അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ അതെങ്കിലും അവർക്ക് തുടങ്ങാൻ പറ്റില്ല. കോവിഡ് കാണിച്ചു തന്നൊരു ഇതല്ലേ. അതെ, അതിനൊന്നും സ്ഥലമില്ലാതെ അവിടെ ബുദ്ധിമുട്ടുന്ന കാലത്ത് ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അതിനുശേഷം നമുക്ക് ഉല്ലസിക്കാം. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എയിംസ് എവിടെ സ്ഥലം കൊടുത്താലും എയിംസ് ആരംഭിക്കാമെന്ന് നമ്മുടെ കേന്ദ്രം പറഞ്ഞിരുന്നു. അപ്പോൾ സ്ഥലം എവിടെയാണെങ്കിലും കൊടുക്കാൻ നമ്മുടെ കെ മുരളീധരൻ ആരോഗ്യമന്ത്രി അങ്ങോട്ട് മറുപടിയും നൽകിയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ഗോൾഫ് ക്ലബ്ബ്, ടെന്നീസ് ക്ലബ്ബ്, അതുപോട്ടെ ട്രിവാൻഡ്രം ക്ലബ്ബും ശ്രീമൂലം ക്ലബ്ബും, ഇതൊക്കെ ഈ ഡൽഹി മോഡലിൽ നമ്മുടെ വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രമുള്ള, അതായത് അവിടെ ശരി നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർക്ക് വൈകുന്നേരം വിശ്രമിക്കാനും ഒന്ന് ഉല്ലസിക്കാനുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. പക്ഷേ ഇതല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്ലബ്ബുകളിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ പല പിടികിട്ടാപ്പുള്ളികളും അതിനകത്ത് തന്നെയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പല അനധികൃത ഇടപാടുകളും
അതെല്ലാം നടക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളാണ്. കാരണം പ്രവേശനം മെമ്പർമാർക്ക് മാത്രമാണ്. അതെ. വളരെ സേഫാണ് അവർ അതിനകത്ത്. ഇത്രയും സ്ഥലം വെറുതെ കിടക്കുന്നു. അതെ. മേസൺസ് ക്ലബ്ബ് അതിൻ്റെ ബാക്കിൽ ഓർത്ത് നോക്കൂ. വഴുതക്കാട് ഒരു മേസൺസ് ക്ലബ്ബ്, അതെ. അതിൻ്റെ മുന്നിൽ ശ്രീമൂലം ക്ലബ്ബ്, അതിനിപ്പുറത്ത് ട്രിവാൻഡ്രം ക്ലബ്ബ്, അതിൻ്റെ ബാക്കിൽ ടഗോർ തിയേറ്റർ. ഇതെല്ലാം കൂടെ ഏറ്റെടുത്താൽ തന്നെ എത്ര ഏക്കർ അതെ ഒരു പ്രധാനപ്പെട്ടൊരു കേന്ദ്രം കൂടെ സർക്കാർ ഇതൊക്കെ ആലോചിക്കട്ടെ. എങ്ങനെ ഭൂമിയെ ക്രിയാത്മകമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഭൂമിയെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ. പക്ഷേ ഡൽഹിയിലെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഈ സ്ഥലം ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടി, ഈ പറഞ്ഞ പോലെ കുടിശ്ശികയ്ക്ക് ഇത്രയാണ് 48 കോടി രൂപ കുടിശ്ശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാമമാത്രമായ തുകയാണ്. അത് ഇത്രയും വർഷമായിട്ട് കുടിശ്ശികയായി കിടന്ന് അത് ഇത്ര എത്തി. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സർക്കാർ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ.